ലിയോ തൻ്റെ അവസാനാട്ടത്തിനായി മറ്റൊരു വേൾഡ് കപ്പിലേക്ക് കൂടി കാലെടുത്തു വെക്കുകയാണ്, തൻ്റെ 6ാം വേൾഡ് കപ്പിലേക്ക്. ഈ വേൾഡ് കപ്പിൻ്റെ പാതി വഴിയിൽ അയാൾക്ക് 39 വയസ്സാവുകയാണ്. അയാളെ അറിയാത്തവർ ചിലപ്പോൾ അയാളെ എഴുതി തള്ളിയേക്കാം. പക്ഷേ അയാളുടെ കയ്യിൽ നിന്ന് പ്രഹരമേറ്റവരാരും അയാളെ എഴുതി തള്ളില്ലെന്നുറപ്പാണ്. ലിയണൽ മെസ്സിയുടെ ആട്ടത്തിൽ ഇത്തവണയും വേൾഡ് കപ്പ് വിറക്കുമോ? തൻ്റെ 35ാം വയസ്സിൽ ഖത്തറിനെ അയാൾ വിറപ്പിച്ചതാണ്. ഖത്തറിൻ്റെ മണ്ണിൽ ഏറ്റവും മികച്ച പന്താട്ടക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും ലിയോ ഏറ്റുവാങ്ങിയതാണ്. ഇത്തവണ നിങ്ങൾ ആരും എഴുതി തള്ളേണ്ട. ഈ വേൾഡ് കപ്പിലും ചിലപ്പോൾ അയാൾക്കത് നിസ്സാരമായി വാങ്ങിയെന്ന് വരാം. ഗോൾഡൻ ബോളിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അയാളുടെ ഗോളടി മികവിനോ പ്ലേ മേക്കിങ്ങിനോ അയാളുടെ ട്രിബിളിങ്ങിനോ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്ന് ഓരോ മത്സരങ്ങളും എടുത്തു കാണിക്കുകയാണ്. മേജർ ലീഗ് സോക്കറിൽ ഇന്റർ മിയാമിക്കായി ലിയണൽ മെസ്സി 14 മത്സരങ്ങളാണ് കളിച്ചത്. ഈ സീസണിൽ 14 മത്സരങ്ങൾ കളിച്ച ലിയോ 12 തവണ ഗോൾ വല ചലിപ്പിച്ചു, 7 അസിസ്റ്റുകൾ. അയാൾക്കൊപ്പം പോരാടാൻ കെൽപ്പുള്ള ഒരു കൂട്ടം ടീമിനെയുമായാണ് അയാൾ ഇത്തവണയും വേൾഡ് കപ്പിനെത്തുന്നത്. അമേരിക്കയിലുള്ള ഗ്രൗണ്ട് പിച്ചുകൾ കളിക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടാകുമെന്ന് നിരീക്ഷകർ വിലയിരുത്തുമ്പോഴും അത് ലിയോക്ക് അനായാസമായിരിക്കും. ആ പരീക്ഷണം ഇന്റർ മിയാമി ജേഴ്സിയിലൂടെ ലിയോ എന്നോ നടത്തിയതാണ്. 90 മിനിറ്റ് കളിക്കുക എന്ന ഫിറ്റ്നസിന്റെ കാര്യത്തിലും ലിയോ മെസ്സിക്ക് വെല്ലുവിളി ഉണ്ടാകില്ലെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഇന്റർ മിയാമി ജേഴ്സിയിൽ 120 മിനിറ്റും പിന്നിടുന്ന മത്സരങ്ങളിലും അയാൾ ഊർജ്ജസ്വലനായി ഗ്രൗണ്ടിൽ കാണാം. കഴിഞ്ഞ വേൾഡ് കപ്പിലും നമ്മൾ അതുതന്നെയല്ലേ കണ്ടത്. സ്കലോണി ആരെയൊക്കെ മാറ്റി പരീക്ഷിച്ചാലും മത്സരം 120 മിനിറ്റിലേക്ക് നീങ്ങിയാലും 10ാം നമ്പറുകാരൻ ഗ്രൗണ്ടിൽ തന്നെ കാണും. അയാൾക്ക് അപ്പോൾ ഉള്ള ഫിറ്റ്നസിൽ അയാളൊന്ന് ആടിയാൽ മതി, എതിർ കോട്ടകൾ തകരും, കീറിമുറിച്ചുള്ള ത്രൂ പാസുകൾ പോകും, ഗോൾ കീപ്പറെ അനായാസം ബീറ്റ് ചെയ്യുന്ന മനോഹര ഷോട്ടുകൾ പായിക്കും. അതിന് അയാൾക്ക് പ്രായമൊരു ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം ഉസ്മാനെ ഡെംബലെ പറഞ്ഞതുപോലെ ലിയോ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അയാൾക്ക് 39കാരനെന്ന് പറഞ്ഞ് ആരും എഴുതി തള്ളേണ്ട. ലിയോ ഉണ്ടെങ്കിൽ അർജന്റീനക്ക് കിരീട സാധ്യതയുമുണ്ട്. ലിയോ മെസ്സി പറഞ്ഞതുപോലെ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എത്തുകയും കിരീടം നേടുകയും ചെയ്യുക എന്നുള്ളത് ഏറെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഇത്തവണ ഞങ്ങളെ തോൽപ്പിക്കാനും എതിർ ടീമുകൾക്ക് ഏറെ പ്രയാസമായിരിക്കുമെന്ന് ലിയോ തുറന്നു പറയുന്നു. ഈ വേൾഡ് കപ്പിലും അയാളുടെ ആട്ടം കാണാം. എതിരാളികളെ വിറപ്പിക്കുന്ന രീതിയിലുള്ള അയാളുടെ മനോഹര മുന്നേറ്റങ്ങൾ കാണാം. വേൾഡ് കപ്പിന്റെ പല റെക്കോർഡുകളും അയാൾക്ക് മുന്നിൽ മുട്ടുകുത്തിയേക്കാം. വരുന്ന ദിവസങ്ങളിൽ അർജന്റീൻ മത്സരങ്ങൾക്ക് വേണ്ടി ലോകവും അർജന്റീൻ ആരാധകരും കാത്തിരിക്കുകയാണ്. വശ്യചാരുതയാർന്ന 90 മിനിറ്റുകളെ അത്രത്തോളം മനോഹരമാക്കിയ മറ്റൊരു കളിക്കാരനുണ്ടോ എന്നതുപോലും സംശയമാണ്. അതുകൊണ്ട് ലിയോ അവിടെ തന്നെയുണ്ട്. അർജന്റീനയെയും ലിയോ മെസ്സിയെയും നിങ്ങൾ സൂക്ഷിക്കുക.